പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ രാജ്യസഭാംഗമായിട്ടുള്ള എ റഹീം MP-യുടെ ഭാര്യ അമൃത റഹീം PSC വഴി ഒരു അധ്യാപിക തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ്. ആ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ ആ സമയത്ത് തന്നെ അമൃത റഹീമിന് കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിൽ ഏതെങ്കിലും ഒരു ലോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്ക് നിയമനം ലഭിക്കും എന്ന് കാലേ കൂട്ടി പ്രവചിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലേക്ക് 26 തസ്തികകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ 31/12/2024 വന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 29/1/2025. അപ്പൊ ഞാൻ ഈ പ്രവചനം നടക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് അവര് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിന് പോലും മുമ്പാണ് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത്. അത് ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ നടത്തുന്ന പ്രവചനം എ റഹീം MP-യുടെ ഭാര്യ അമൃത റഹീമിന്, അമൃത സതീശൻ എന്ന് വിളിക്കുന്ന അമൃത റഹീമിന്, ഈ അമൃത റഹീം ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുമെന്നും ആ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അമൃത റഹീമിന് ആ തസ്തികയിൽ ഏതെങ്കിലും ഒന്നിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സർക്കാർ ലോ കോളേജിൽ നിയമനം ലഭിക്കും എന്നുമാണ്. അതാണ് എന്റെ പ്രവചനം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിയമനം നടക്കാൻ പോകുന്നത് PSC-യിലൂടെയാണ്. PSC-യിലൂടെ നടക്കാൻ പോകുന്ന ഈ നിയമനമാണ് റഹീമിന്റെ ഭാര്യയ്ക്ക് ലഭിക്കും എന്ന് അപേക്ഷയുടെ അവസാന തീയതി പോലും കഴിയുന്നതിന് മുമ്പ് ഞാൻ പ്രവചിക്കുന്നത്. അതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ അത്ഭുതം തോന്നിയേക്കാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പശ്ചാത്തലമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ലോ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഞാനും ലോ കോളേജിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ ഒരാളാണ്. ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരാതികളുടെ എല്ലാം ഒരു ആകത്തുക എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകരുടെ നിലവാരത്തിലുള്ള കുറവാണ്. വളരെ കുറഞ്ഞ നിലവാരമുള്ള അധ്യാപകരാണ് തങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അവിടെ ലോ കോളേജ് പഠിക്കുമ്പോൾ ഡേ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ എന്നോട് പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോ കോളേജുകളിലേക്കൊക്കെ നിയമനം നടത്തുന്ന സംഭവങ്ങളിൽ കാലാകാലങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് CPM-നോട് ആഭിമുഖ്യമുള്ള നിയമ പ്രൊഫസർമാരുടെ ചില ഒരു കോക്കസാണ് എന്നുള്ളത് കൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ NK ജയകുമാറും, അദ്ദേഹം പിന്നീട് പിണറായി വിജയന്റെ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു, ലോ സെക്രട്ടറി അയാള്. പിന്നെ ഇപ്പൊ നുവാൽസിന്റെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഡോക്ടർ KC സണ്ണി, ഇവരൊക്കെ അടങ്ങുന്ന ഒരു കോക്കസാണ് കേരളത്തിലെ ലോ കോളേജുകളിലെ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുക്കൾ വളരെ വിദഗ്ധമായി നീക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് CPM-ൽ അംഗമാണ് അല്ലെങ്കിൽ CPM-ൽ അനുഭാവികളാണെന്നുള്ളതാണ് പ്രധാന മാനദണ്ഡമായി മാറുകയും ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകൾ അധ്യാപകരായി സർക്കാർ ലോ കോളേജുകളിൽ വരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളൊക്കെ വന്നിട്ട് പലതവണ എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കാൻ റാങ്ക് കിട്ടേണ്ടവരാരാണെന്ന് തീരുമാനിക്കപ്പെടുക, പരീക്ഷിക്കാൻ ആവശ്യമായി കുട്ടികൾ തോക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കൊക്കെ തന്നെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും
ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ലോ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ഇന്നതായിരുന്നു. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് 4 ലോ കോളേജുകളാണുള്ളത്. 4 ലോ കോളേജുകളിലുമായി ഏതാണ്ട് 82 അധ്യാപകർ ഉണ്ട്. എന്നാലും ഒരുപാട് ഈ പറഞ്ഞ പോലെ വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടാനുണ്ട് കേരളത്തിലെ ലോ കോളേജിൽ. ഒരുപാട് വേക്കൻസികൾ വർഷങ്ങളായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് സർക്കാർ ലോ കോളേജുകളിലേക്ക് നിയമനം നടന്നത് ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ സർക്കാർ ലോ കോളേജുകളിൽ മിനിമം അധ്യാപക നിയമനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിലപാടെടുത്തു. അവർ 2008 ഒരു റൂൾസ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ 2008 എന്നുള്ളത് അവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാട് കർശനമാക്കി. മിനിമം ഇത്ര അധ്യാപകർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോ കോളേജിന് അംഗീകാരം കൊടുക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നു. അപ്പൊ അതവര് കേരളത്തിലെ ലോ കോളേജുകളെ, എയ്ഡഡ് ലോ കോളേജുകളെ, സർക്കാർ ലോ കോളേജുകളെയൊക്കെ അറിയിച്ചു. അപ്പം ലോ കോളേജുകളിൽ മിനിമം വേണ്ട അധ്യാപകരുടെ എണ്ണം സംബന്ധിച്ച് ഈ 2008 ലീഗൽ എഡ്യൂക്കേഷൻ റൂൾസ് വന്നതിനെ തുറന്നിറങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും കർശനമായിട്ട് നിലപാടിച്ച 40 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലൊക്കെ വരണം, ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉള്ള നിലയിലൊക്കെ ഉള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബാർ കൗൺസിൽ പുറപ്പെടുവിച്ചു, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടും സർക്കാർ ലോ കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള അധ്യാപകര് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. അങ്ങനെ ബാർ കൗൺസില് ഒരു ലോ കോളേജിൽ വേണ്ട അധ്യാപകരുടെ എണ്ണം മിനിമം എത്രയായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടും കേരളത്തിലെ ലോ കോളേജുകൾ അത് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് 2021 ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് പോയി. 2021 പോയിട്ട് അവർ പറഞ്ഞു, ബാർ കൗൺസിലിൽ ഇങ്ങനെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, മിനിമം ഇത്ര അധ്യാപകർ ലോ കോളേജിൽ വേണം, എന്നിട്ടും ഈ ലോ കോളേജിൽ ഇത്രയും അധ്യാപകരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഹൈക്കോടതിയിലേക്ക് പോയത്. അതുകൊണ്ട് അടിയന്തരമായി ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2020 കോടതിയിലേക്ക് പോയത്. ആ കേസ് കോടതി വിശദമായി വാദം കേട്ട് 2023 ഫെബ്രുവരി 16 കൃത്യമായി പറഞ്ഞാൽ 2023 ഫെബ്രുവരി 16 ഹൈക്കോടതിയിലെ ഷാജി പി ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജിന്റെ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 2008 റൂളും 1961 അഡ്വക്കേറ്റ്സ് ആക്ടും പറയുന്നതനുസരിച്ച് ഈ വിധിന്യായം പുറപ്പെടുവിച്ച് 4 മാസത്തിനുള്ളിൽ ഈ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണമെന്നും അതിനകത്ത് പറഞ്ഞത് thereafter to create posts and make permanent appointments so as to satisfy the requirements of the faculty strength for the academic year 2023-24. 2023-24 അക്കാഡമിക് ഇയറിൽ നടപ്പിലാക്കത്തക്ക തരത്തിൽ ഈ ഒഴിവുകൾ നികത്തണം എന്ന് 2023 ഫെബ്രുവരി 16 ഹൈക്കോടതിയുടെ ഷാജി പി ചാലിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. 4 മാസത്തിനുള്ളിൽ. ഫെബ്രുവരി 16 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 16, ഫെബ്രുവരി 16, മാർച്ച് 16, ഏപ്രിൽ 16, മെയ് 16, ജൂൺ 16. അപ്പൊ ജൂൺ 16, 2023 സർക്കാർ ലോ കോളേജുകളിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട സ്ഥിര അധ്യാപക നിയമനങ്ങൾ നടത്തിയിരിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുഹൃത്തുക്കളെ, ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 16 കഴിഞ്ഞു, എന്നിട്ടും നിയമനങ്ങൾ നടന്നില്ല. ആ നിയമനങ്ങൾ നടക്കാതിരിക്കുന്നതിനെ തുടർന്ന് സർക്കാരിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞ് കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല, ഇത് ലോ കോളേജുകളുടെ അഫിലിയേഷൻ ക്യാൻസലായി പോകാനുള്ള സാധ്യത ഇവിടെയുണ്ട്, എന്നിട്ടും ഈ നിയമനങ്ങൾ നടത്തില്ല. കൊണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനങ്ങൾ അടിയന്തരമായി നടത്തണം, ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് ജൂണിന് ശേഷം ഒരുപാട് നിവേദനങ്ങൾ
പിന്നെ സർക്കാരിലേക്ക് പോയി. എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. അങ്ങനെ അനങ്ങാതിരുന്ന സർക്കാർ എന്ത് ചെയ്യുന്നു? 31/12/2024 പിന്നെ ആണ് ഈ 31/12/2024 ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങും. അപ്പൊ ഓർത്തോണം, അതായത് 2023 ജൂണിനുള്ളിൽ സർക്കാർ ലോ കോളേജുകളിലെ ഒഴിവുകൾ സ്ഥിരമായ ഒഴിവുകൾ നികർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും നികത്തിയില്ല. 23-24 സാമ്പത്തിക അക്കാഡമിക് ഇയർ വേണമെന്ന് പറഞ്ഞ് നികത്തിയില്ല. എല്ലാം കഴിഞ്ഞ് 2024 ഡിസംബർ 31 ആയപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. എന്തിന്? പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. എങ്ങനെ? എന്തിന്? ലോ കോളേജുകളിലെ 26 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ നിയമനം നടത്തും എന്ന് പറഞ്ഞു. 1.5 വർഷക്കാലമായി ഇറങ്ങാതിരുന്ന PSC ഡിസംബർ 31, 2024 ആയപ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ നടത്തും. 26 സ്ഥിര അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങൾ നടത്തണം. അപ്പോ യഥാർത്ഥത്തിൽ 2023 ജൂൺ മുതൽ 2024 ഡിസംബർ വരെ ഈ ഒഴിവുകൾ നികത്താനുള്ള ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിൽ എന്തുകൊണ്ട് PSC കാലതാമസം വരുത്തി എന്നുള്ളത് വളരെ ദുരൂഹമായിട്ട് ഇരിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര താമസം വരുത്തി? ഞാനിവിടെ ആരോപിക്കുന്നത്, ഒരാൾ PhD എടുക്കുന്നത് വരെ, ഒരാൾക്ക് PhD ലഭിക്കുന്നത് വരെ കാത്തിരുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ഇത്രയും താമസിക്കാൻ എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാനിവിടെ ഉയർത്താൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 31/12/2024 PSC നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. 26 തസ്തികകളിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. 31-ാം തീയതി ഇറക്കുന്നതിന് മുമ്പ് ഡിസംബർ 16 ഒരാൾക്ക് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് PhD ലഭിച്ചു. അത് മറ്റാർക്കുമല്ല, A. റഹീം MP-യുടെ ഭാര്യ അമൃത റഹീം. അവർക്കാണ് ഡിസംബർ 16 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ലഭിച്ചത്. ഞാനിവിടെ ആരോപിക്കുന്നതും വളരെ വ്യാപകമായി പൊതുമണ്ഡലത്തിൽ ആരോപണം നിലനിൽക്കുന്നതും ആയിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്, ലോ കോളേജുകളിലെ സ്ഥിരാധ്യാപക നിയമന തസ്തികകളിൽ നിയമനം നടത്താനുള്ള നോട്ടിഫിക്കേഷൻ PSC യാതൊരു കാരണവുമില്ലാതെ ഇത്രയും കാലം താമസിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് A. റഹീം MP-യുടെ ഭാര്യ അമൃത റഹീമിന് PhD ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ പോസ്റ്റുകൾ വേക്കൻസി ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിരന്തരമായി സർക്കാരിന് നിവേദനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല PSC. അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല. PSCക്ക് നിരന്തരം നിവേദനങ്ങൾ പോയിക്കൊണ്ടിരുന്നു, അനങ്ങിയില്ല. ആ അനങ്ങാത്ത PSC ആണ് A. റഹീമിന്റെ ഭാര്യയ്ക്ക് 16-ാം തീയതി PhD കിട്ടിയതിനെ തുടർന്ന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. അപ്പൊ ഈ PhD കിട്ടിയ 2 ആഴ്ചക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹത കാണുന്നു. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? എന്തുകൊണ്ട് ഇവർക്ക് PhD കിട്ടിയതിനു ശേഷം ഇപ്പം ഉടനെ ഇറക്കി? അവർക്ക് റോൾ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ കർബിംഗ് ഹെൽത്ത് ഡിസാസ്റ്റേഴ്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരളാസ് ലോ ആൻഡ് പോളിസി ഡ്യൂറിംഗ് COVID-19 പാൻഡമിക് എന്നുള്ള ഒരു വിഷയത്തിലാണ് PhD ലഭിച്ചത്. അവരുടെ PhD ഗൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോക്കസിലെ സജീവാംഗമായിരുന്ന ഡോക്ടർ KC സണ്ണിയാണ്. അദ്ദേഹം ഇപ്പോൾ ന്യൂവാൽസിലെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന് ഈ PhD ഗൈഡ് ആയതിന്റെ ഉപകാരസ്മരണയായിട്ടാണെന്നുള്ള ആരോപണമുണ്ട്. അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ പിന്നെ അദ്ദേഹത്തിന് അംഗത്വവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്.
ഈ കോക്കസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോക്കസ് ഈ ലോ കോളേജ് അധ്യാപക നിയമനത്തിൽ സജീവമായിട്ട് ക്രമവിരുദ്ധമായി ഇടപെടുന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് നടന്ന ലോ കോളേജുകളിലെ നിയമനത്തിൽ അഞ്ജു രാജൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് 20 ഏതാണ്ട് 18, 19 മാർക്ക് കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് ആരോപണം വന്നിട്ടുള്ളതാണ്. അപ്പൊ അതേ കോക്കസ് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോക്കസിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ അമൃത റഹീമിന്റെ ഗൈഡായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാളുടെ നിലവാരം സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകളാണെന്ന് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എന്തായാലും അമൃത റഹീം എന്ന് പറയുന്ന ആ വനിത ഇപ്പൊ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രവചിക്കുന്നത് അവർക്ക് ഇത്തവണ PSC-യിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിക്കാൻ പോവുകയാണ്. 60,000 രൂപയാണ് ശമ്പളം. എന്ന് മാത്രമല്ല വേറെയും ചില ദുരൂഹതകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. ഇതില് ഈ സാധാരണഗതിയിൽ PSC-യിൽ പരീക്ഷകളെല്ലാം OMR ആയിട്ടാണ് നടക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് പരീക്ഷകൾ നടക്കുക. എന്നാൽ ഇത്തവണ written/OMR/ഓൺലൈൻ ടെസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. written/OMR/ഓൺലൈൻ ടെസ്റ്റ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് OMR ടെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഈ പരീക്ഷ റിട്ടേണിലേക്കും വന്നിരിക്കുന്നു. ഓൺലൈൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ടും വന്നിരിക്കും. ഒക്കെ വളരെ ദുരൂഹമാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ NK ജയകുമാർ, KC സണ്ണി അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള അവര് നിയമനം കൊടുത്തിട്ടുള്ള ലോ കോളേജിലെ അധ്യാപകരാണ് ഈ പറഞ്ഞതുപോലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാല്യുവേഷനും കാര്യങ്ങളും എല്ലാം നടത്തുക എന്ന് നമ്മൾ ഓർത്തോണം. അവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ മാർക്ക് വളരെ കുറഞ്ഞ നിലവാരമുള്ള CPM-കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരാണ് ലോ കോളേജുകളിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും. ആ അധ്യാപകരാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ 28 നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ PSC നടത്തുന്ന ഈ പരീക്ഷയുടെ വാല്യുവേഷൻ എല്ലാവരാണ് നടത്തുക. ആ പശ്ചാത്തലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന OMR മാറി ഇത്തവണ written/OMR/ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലും ദുരൂഹതകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോ ഈ 31/12/2024 എടിപിടിന്ന് ഈ PSC കൊണ്ടുവന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഈ റഹീമിന്റെ ഭാര്യ അമൃത റഹീം PhD എടുക്കുന്നത് വരെ കാത്തുനിന്നിട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ള ആരോപണം വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇത് ഇവർക്ക് കൂടി അപേക്ഷിക്കാനുള്ള സൗകര്യത്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ ഇത്ര താമസിച്ചത് എന്നുള്ളതാണ് പൊതുമണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണം. അതുപോലെ തന്നെ ഈ പരീക്ഷ നടത്തുന്നത് OMR എന്നുള്ളതിൽ നിന്ന് മാറി റിട്ടൺ ഓൺലൈൻ എന്ന് കൂടി വന്നിട്ടുള്ളതും ദുരൂഹമാണ്. ഈ നിയമനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് NK ജയകുമാർ, KC സണ്ണി മുതലായവരുടെ നിയന്ത്രണത്തിലുള്ള CPM അനുഭാവികളും CPM-കാരുമായിട്ടുള്ള യാതൊരു നിലവാരവുമില്ലാത്ത ലോ കോളേജ് അധ്യാപകരാണ് എന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ ക്രമക്കേടുകൾ നടത്താനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കേരള ഹൈക്കോടതി ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല എങ്കിൽ ഈ നിയമനത്തിലും നിയമനം ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സ്വാധീന ശക്തിയുള്ള CPM-കാരായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. കാരണം ഇതിനകത്ത് ആയിരക്കണക്കിന് സാധാരണ CPM-കാരുടെ അനുഭാവികളും അവരുടെ മക്കളും മകനും ഒക്കെ അപേക്ഷിക്കും. അവർക്കൊന്നും കിട്ടില്ല. കിട്ടാൻ പോകുന്നത് സ്വാധീന ശക്തിയുള്ള ഈ പറഞ്ഞ പോലെ MP-മാരുടെ ഭാര്യമാര്, പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരാണെന്നില്ല മക്കള് ഒക്കെ ആയിട്ടുള്ളവർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പാർട്ടി അനുഭാവികൾ ആയിട്ടുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് റഹീം MP-യുടെ ഭാര്യ അമൃത റഹീമിന് ഈ തവണ കേരളത്തിലെ ലോ കോളേജുകളിലേക്കുള്ള ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം ലഭിക്കും എന്ന് കാലേ കൂട്ടി ഞാൻ പ്രവചിക്കുകയാണ്.
അത് ലഭിച്ചു കഴിയുമ്പോൾ അത് മിക്കവാറും തിരുവനന്തപുരം ലോ കോളേജിൽ തന്നെ ആയിരിക്കും. കാരണം തിരുവനന്തപുരത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ എ റഹീം MP ഇപ്പോഴാണ് 5-6 വർഷം രാജ്യസഭയിൽ, 3-4 വർഷം കൂടിയുണ്ട്. ഭാര്യ കോളേജ് അധ്യാപികയായ 10,75,000 രൂപയിലധികം ശമ്പളം അവർ മേടിക്കും. അവർക്ക് എന്നിട്ട് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന്റെ ഗുണം ഒന്നുകൂടി ഈ റഹീം കുടുംബവും അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക.